ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാനൽ ബോർഡിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. നിലവിൽ ഒരു പാനൽ ബോർഡ് സെറ്റ് ചെയ്ത വീഡിയോ നിലവിൽ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും കുറച്ച് വലിപ്പത്തിലാണ് നമ്മളിവിടെ ഈ സ്പേസിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ, ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പാനൽ ബോർഡിന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ പൈരി മുക്കാഭാഗം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കുറച്ചുകൂടി വലിപ്പത്തിൽ നമ്മളിപ്പോൾ ഈ റൂമൊക്കെ സെറ്റ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളാണ്. നമ്മൾ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സോളാർ മീറ്ററാണ് വരിക. സോളാർ മീറ്റർ, അതേപോലെ KSEB മീറ്റർ, KSEB 3 ഫേസിൻ്റെ മീറ്റർ. ഇത് നമുക്ക് ഇതിന് ഫ്യൂസ് കയറിയത് വെക്കാം കേട്ടോ. ഇവിടെ നമുക്കൊരു 100 ആംപിയറിൻ്റെ ഒരു HRC ഫ്യൂസ് വരുന്നുണ്ട്. ഇതിൽ HRC ഫ്യൂസ് വരുന്നുണ്ട് 100 ആംപിയർ. ഇതിൽ 125 ആംപിയർ ഉണ്ട്, പക്ഷെ നമ്മൾ ഇതിൽ 100 ആംപിയറിൻ്റെ HRC ഫ്യൂസാണ് കൊടുക്കുന്നത്. അതേപോലെ ഇത് 40 ആംപിയറിൻ്റെ HRC ഫ്യൂസ് സോളാർ മീറ്ററിലേക്ക് പോകും. 40 ആംപിയറിൻ്റെ ഒരു MCCB വരുന്നുണ്ട്. 3 ഫേസ് ആണ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ ഫേസിൻ്റെ കണക്ഷൻ ഇപ്പോൾ കൊടുക്കുന്നത്. ഭാവിയിൽ ഒരു അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ 3 ഫേസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. ഭാവിയുടെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഒന്നുകൂടി ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ചാമ്പറാണ്. നമുക്ക് വയർ കൊണ്ടുവരാനും UG കേബിൾ കൊണ്ടുവരാനൊക്കെ വേണ്ടി 2 സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2 സൈഡല്ല, മൊത്തം 4 ചാമ്പറാണ് ടോട്ടലായിട്ട് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഒരു അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയുള്ള വർക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചേഞ്ച് ഓവറും കാര്യങ്ങളും കൊടുക്കണം. ചേഞ്ച് ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേറ്റർ കൊടുക്കുമ്പോൾ ഇങ്ങനൊരു സംഭവത്തിൽ നമുക്ക് ഫംഗ്ഷനോ കാര്യങ്ങളോ കല്യാണമോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതിൽ കൊടുക്കാൻ പറ്റില്ല നമ്മൾ. അപ്പോൾ അതുകൊണ്ടാണ് മെയിൻ സ്വിച്ചിൽ ഡയറക്റ്റ് കൊടുക്കാതെ ഒരു ചേഞ്ച് ഓവർ കൊടുത്തിട്ട് ചേഞ്ച് ഓവറിന് നേരെ ഒരു സിൻഡസ് ബോക്സിൽ പോയിട്ട് ഐസൊലേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നേരത്തെ ആ ചെയ്ത വീട് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇതിന് 3 2 പോൾ MCB കൊടുത്തിട്ടുണ്ട്. ഈ 2 പോൾ MCB എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഈ പാനൽ ബോർഡിന്റെ ഉള്ളിൽ ഒരു റൂം വരുന്നുണ്ട്, അതിലൊരു DB വരുന്നുണ്ട്, അതിക്കൊന്ന്. രണ്ടാമത്തെ പറഞ്ഞാൽ ഒരു ഔട്ട് ഹൗസ് വരുന്നുണ്ട്, ചെറിയൊരു ഔട്ട് ഹൗസ് ഏരിയ വരുന്നുണ്ട്. മൂന്നാമത്തെ നമുക്ക് ഇലക്ട്രിക്കലിന്റെ EV വരുന്നുണ്ട്, കാർ ചാർജിങ്ങിനുള്ള EV വരുന്നുണ്ട്, അതിന് കേട്ടോ. ഇത് വീട്ടിലേക്ക് പോകുന്ന MCCB ആണ്. വീട്ടിലേക്ക് പോകുന്ന MCCB. അതേപോലെ ഒരു RCCB 100 ആംപിയറിൽ നമ്മളിവിടെ കുറച്ച് ചേഞ്ച് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 300 മില്ലി ആംപിയറിലാണ് കൊടുത്തിരിക്കുന്നത്. RCCB വേറൊന്നുമല്ല, ട്രിപ്പിംഗ് ഇഷ്യൂ വരെ ആയതുകൊണ്ട് നമ്മൾ 300 മില്ലിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് മറ്റേ പാനൽ ബോർഡിൽ ട്രിപ്പിംഗ് ആയതുകൊണ്ട് അത് കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ RCCB. പിന്നെ അതേപോലെ SPD വരുന്നുണ്ട്. SPD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് 4 പോളിന്റെ SPD ക്ലാസ് 1 and 2 ആണ് കൊടുത്തിരിക്കുന്നത്. വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള SPD ആണ് ഈ SPD. പിന്നെ ഐസൊലേറ്റർ 100 ആംപിയറിന് വരുന്നുണ്ട്. ഇതിലേക്ക് കണക്ഷൻ വന്നിട്ടാണ് ബാക്കിയുള്ള എല്ലായിടത്തും പോകുന്ന കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഇൻഡിക്കേഷൻ നിങ്ങൾ കാണുമ്പോൾ നമ്മൾ RYB ഉള്ള ഇൻഡിക്കേഷനും വരുന്നുണ്ട്. അതേപോലെ ഇവിടെ 2 ഇൻഡിക്കേഷൻ വേറെയും വരുന്നുണ്ട്. അപ്പോൾ ഈ SPD കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ SPD നമുക്ക് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ റെഡ് കളർ ആവും, പക്ഷെ അത് എപ്പോഴും നമുക്ക് ശ്രദ്ധിച്ചൊന്നും വരില്ല. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഗ്രീനും റെഡും കൊടുത്തിരുന്നത്. അപ്പോൾ എപ്പോഴും ഇത് ഗ്രീന് കത്തിക്കൊണ്ടിരിക്കും, ഇത് കംപ്ലൈന്റ് ആണെങ്കിൽ റെഡ് കത്തിക്കൊണ്ടിരിക്കും. അത് വയറിങ് നേരത്തെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഇതിൽ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ഇത് വരുന്നത് മറ്റേ LK എന്നുള്ള കമ്പനിയാണ് വരുന്നത് കേട്ടോ. LNDയുടെ കമ്പനി ഇപ്പം നമുക്ക് കിട്ടുന്നില്ല, അത് മാറിയിട്ട് ഇപ്പോൾ LK ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇതാണ് നമ്മളെ ചേഞ്ച് ഓവർ വരുന്നത്. അതായത് 3 ഫേസിൽ നമ്മള് 3 ഫേസിന്റെ ചേഞ്ച് ഓവർ പറഞ്ഞാൽ ഇതിൽ ഓൺ ഓഫ് സ്വിച്ചും ചേഞ്ച് ഓവറും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനറേറ്ററിലേക്ക് കൊടുക്കാനുള്ള ചേഞ്ച് ഓവറാണ് കേട്ടോ. അതിനാണ് നമ്മൾ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ, കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ പാനൽ ബോർഡിൽ വരുന്ന ഐറ്റംസ് കേട്ടോ. അത് കൊടുക്കുന്ന കണക്ഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായി പറഞ്ഞുതരാം. പിന്നെ ഇവിടെ ഒരു 4 പോൾ ഒരു MCB വെക്കാൻ വേണ്ടിയിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ട് കൊടുത്തതാണ്. അത് നമ്മൾ ഇവിടെ വെക്കണം MCB, അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ സ്പേസ് വേറെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ മീറ്ററിൻ്റെ അടുത്ത് തന്നെ കൊടുക്കുന്നു കേട്ടോ. ഇത് 3 ഫേസ് മീറ്റർ ബോർഡാണ്. ഇതിൽ നിന്നാണ് നമുക്ക് കണക്ഷൻ അടിഭാഗത്തേക്ക് വന്നിട്ട് അതിൽ നേരെ എടുത്തിട്ടാണ് RCBക്ക് പോകുന്നത്. RCB ഒന്ന് ഐസൊലേറ്റർ പോയിട്ട് RCBക്ക് പോവുക. അത് ഞാൻ കൊടുക്കുന്ന സമയത്ത് ചെയ്യുക. ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ടോട്ടൽ 100 ആംപിയറിൻ്റെയാണ് നമ്മൾ MCCB കൊടുക്കുന്നത് കേട്ടോ. 100 ആംപിയറിൻ്റെ ടോട്ടൽ. ഇത് ഈ ബോർഡിൻ്റെ മെയിൻ മറ്റേ MCCB ആണ് വരിക. അതിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ളിടത്തൊക്കെ പോകുന്നത് കേട്ടോ. ഇത് ഓഫ് ആയി കഴിഞ്ഞാൽ വീടിൻ്റെ കണക്ഷൻ മൊത്തം പോകും. പിന്നെ ബാക്കിയൊക്കെ ഓരോന്നും ഓരോ ഏരിയയിലേക്കുള്ളത് നേരത്തെ പറഞ്ഞ പോലെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ കുറേ ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിന് വയറിങ് കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ട് എന്തായാലും ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഇത് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം പൗഡർ കോട്ടിംഗ് ആണ്, സാധാ സ്പ്രേ പെയിന്റിംഗ് അല്ല, പൗഡർ കോട്ടിംഗ് അടിച്ചിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ ഏവറേജ് നിങ്ങൾക്ക് റേറ്റ് ഇതിൻ്റെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബില്ലിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏവറേജ് 95,000 റുപ്യൻ്റെ അടുത്ത് ബില്ല് വരുന്നുണ്ട് ടോട്ടലായിട്ട് കേട്ടോ, അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിന് നമ്മൾ വർക്ക് കഴിഞ്ഞപ്പോൾ അതിൽ വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇതിനുള്ളിലുള്ള ബാക്കി ഇലക്ട്രിക്കലിൻ്റെ കുറച്ച് കാര്യങ്ങൾ UG കേബിളിൻ്റെ കാര്യങ്ങളൊന്നും ഇതിൽ പെടില്ല.
ഈ പാനൽ ബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 95,500 റുപ്യാണ് ബിൽ എമൗണ്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ സൈറ്റിലെ പാനൽ ബോർഡാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ RYB ഇൻഡിക്കേഷൻ കത്തുണ്ട്, RYB വരുന്നുണ്ട്. അതേപോലെ നമ്മൾ SPD കൊടുത്തിരിക്കുന്ന ഇതാണ്, അതായത് SPD വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ ഇത് റെഡ് കത്തും. വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത് കാറ്ററിജും കംപ്ലൈൻ്റ് ആണെങ്കിൽ കേട്ടോ. ഇതിപ്പോൾ ഗ്രീനാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്, കംപ്ലൈൻ്റ് ഒന്നുമില്ല, കാര്യങ്ങളൊന്നും സെറ്റാണ്. അതേപോലെ തന്നെ ഐസൊലേറ്റർ, SPD, RCCB, അതേപോലെ അതിൽ കാണിച്ച അതേപോലെ തന്നെ 3 2 പോൾ MCB, ഒരു വീട്ടിലേക്ക് പോകുന്ന 63 ആംബിയറിൻ്റെ MCCB കേട്ടോ. പിന്നെ ചേഞ്ച് ഓവർ വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഇതിന് ടോട്ടൽ പാനൽ ഓഫാക്കാൻ വേണ്ടി 100 ആംബിയറിൻ്റെ ഒരു MCCB വരുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ സോളാറിൻ്റെ കേട്ടോ. സോളാറിൻ്റെ മീറ്ററൊക്കെ ഇവിടെ ഓൾറെഡി സെറ്റാണ്. അതേപോലെ ഇത് KSEBയുടെ 3 ഫേസിൻ്റെ മീറ്ററാണ് കേട്ടോ. പിന്നെ ഈ നേരം പറഞ്ഞ പോലെ ഇതിൻ്റെ UG കേബിളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടി വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് വയറിങ്ങിൻ്റെ പരിപാടി നടക്കുക കേട്ടോ. കാരണം ഇവിടെ ഒരു DBയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ മോട്ടർ ഓട്ടോമേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതായത് സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സൈറ്റിലും ഇതേപോലെ തന്നെ സ്പ്രിംഗ്ലറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീട്ടിലെ പാനൽ ബോർഡാണ്, ഇതാണ് വീട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക്കലിൻ്റെ റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്നാണ് ഇലക്ട്രിക്കലിൻ്റെ റൂം വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുതാക്കിയിട്ടാണ് ചെയ്തിരുന്നത്, അതായത് കാരണം ക്യൂട്ടാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ കുറച്ച് സ്പേസ് ആക്കി ചെയ്തു എന്ന് മാത്രം. ഇതിൻ്റെ പോസ്റ്റിൽ നിന്നാണ് UG കേബിൾ ഇട്ടിട്ട് നേരെ ഇതിലേക്ക് വരുന്നത്. ഇവിടുന്ന് നേരെ അണ്ടർഗ്രൗണ്ട് UG കേബിൾ ഇട്ട് നേരെ ആ വീടിൻ്റെ ഉള്ളിലത്തെ DBയിലേക്കാണ് പോകുന്നത് കേട്ടോ. പിന്നെ നേരത്തെ മോട്ടർ എന്ന് പറഞ്ഞു, നേരത്തെ നമ്മൾ ചേഞ്ച് ഓവറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ജനറേറ്റർ വെക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മളിവിടെ ഒരു സിൻഡെക്സ് ബോക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു 4 പോളിൻ്റെ MCB 40 ആംബിയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജനറേറ്റർ വെക്കുകയാണെങ്കിൽ പുറത്ത് വെച്ചിട്ട് അതിൽ ആഡ് ചെയ്ത ക്യാപ്പ് ഊരി കഴിഞ്ഞാൽ അതിൽ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഫുള്ള് അണ്ടർഗ്രൗണ്ട് UG കേബിളാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒന്നും പുറത്തു കൂടി കാണുന്നില്ല, കംപ്ലീറ്റ് അണ്ടർഗ്രൗണ്ടാണ്. അതായത് ഇൻ്റർനെറ്റിൻ്റെ കേബിളടക്കം, നമ്മൾ TVയുടെ കേബിളടക്കം അണ്ടർഗ്രൗണ്ടാണ് കേട്ടോ. അതൊക്കെ ഇതിൽ കൂടിയാണ് കയറി വരുന്നത് കണ്ടോ. അവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇത്രയും ദൂരത്തിൽ കൂടി അടിയിൽ കൂടിയാണ് കംപ്ലീറ്റ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ സൈറ്റിൽ നിന്ന് എടുത്തിട്ട് ഈ സൈറ്റിൽ കൂടി കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇവിടുത്തെ ഏകദേശം ഞാനൊക്കെ ഒരു കുറച്ച് വിധത്തിലൊക്കെ നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനൽ വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ. ഹാരിസ്.